Okay, welcome you all to videos on functions. അപ്പോൾ നമുക്ക് സെറ്റ്സ് ആൻഡ് ഫങ്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ലാസ്റ്റ് സെക്ഷനാണ് ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫങ്ഷൻ എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നൊക്കെ ഓൾറെഡി ഒരു ഐഡിയ നമുക്കുണ്ട്. നമുക്കതിന് ആ ഐഡിയാസ് കുറേ കൂടെ ഒന്ന് ഫയലാക്കാനുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറേ മെയിൻ തിയറംസ് കവർ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനിലേക്ക് പോകാം. ഡെഫിനേഷൻ: എ ആൻഡ് ബി ബി ടു സെറ്റ്സ്. എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ഈസ് എ നോൺ എംപ്റ്റി റിലേഷൻ എഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി such that if ordered pair a b element of f and a b dash element of f, then b is equal to b dash. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണുള്ളത്. ഫംഗ്ഷനെ പറ്റി പറയുമ്പോൾ അവിടെ രണ്ട് സെറ്റുകൾ ആവശ്യമാണ്. ഫസ്റ്റ് സെറ്റ് എ, സെക്കൻഡ് സെറ്റാണ് ബി. എ ഈസ് കോൾഡ് ദി ഡൊമൈൻ ആൻഡ് ബി ഈസ് കോൾഡ് ദി കോഡൊമൈൻ. അപ്പോൾ ഈ ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്തായിരുന്നു? റിലേഷൻ എന്താണെന്ന് പറഞ്ഞു. റിലേഷൻ്റെ പ്രത്യേകത എന്താ? എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റിൻ്റെയും റിലേഷൻ എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു റിലേഷൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള റിലേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, എല്ലാ ഫങ്ഷൻസും റിലേഷൻസാണ്. എന്നാൽ എല്ലാ റിലേഷൻസും എന്താകണമെന്നില്ല, ഫങ്ഷൻ ആകണമെന്നില്ല. ഫങ്ഷൻസ് എല്ലാം റിലേഷൻസ് ആണ്, എന്നാൽ എല്ലാ റിലേഷൻസും ഫങ്ഷൻസ് ആകണമെന്നില്ല. അപ്പോൾ ഒരു റിലേഷനെ ഫങ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞ ഇതാണ്: ഓർഡേഡ് പെയർ എ ബി എഫിലുണ്ട്, അതുപോലെ തന്നെ ഓർഡേഡ് പെയർ എ ബി ഡാഷ് എഫിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ഈസ് ഈക്വൽ ടു ബി ഡാഷ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ അത് നമ്മൾ സാധാരണ ഫംഗ്ഷനെ എഴുതുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇത് കുറേ കൂടെ വ്യക്തമാക്കാനായിട്ട് നമുക്ക് ഈ എക്സാമ്പിളിലേക്ക് വരാം. എങ്ങനെയാണ് ഫംഗ്ഷനും റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമ്പിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ എക്സാമ്പിളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ, നേരത്തെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? എ ക്രോസ് ബി എഴുതാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എ ക്രോസ് ബി എഴുതുന്നത് ഇവിടെ ഒരു കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിലാണ് നമ്മൾ എ ക്രോസ് ബി എഴുതുന്നത് മാത്രം. നമ്മൾ ഇങ്ങനെ പറയുന്നു: എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്. ഫസ്റ്റ് സെറ്റ് ഈസ് എ ആൻഡ് സെക്കൻഡ് സെറ്റ് ഈസ് ബി. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് സെറ്റിന് നമ്മൾ എലമെൻസിനെ 1 2 3 4 എന്ന് കൊടുത്തു. സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റിന് എ ബി സി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് സെറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ ക്രോസ് ബി എഴുതാൻ അറിയാം അല്ലേ? അപ്പോൾ ആക്ച്വലി എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എ ക്രോസ് ബിക്ക് അകത്ത് വരുന്നത് എല്ലാ ഓർഡേഡ് പേഴ്സും വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 എ എന്ന് പറയുന്നത് ഓർഡേഡ് പെയറാണ്. അതേപോലെ 1 ബി 1 സി ഓർഡേഡ് പെയറാണ്. അതേപോലെ തന്നെ 2 എ 2 ബി 2 സി അങ്ങനെ പോയി ലാസ്റ്റ് എത്ര വരും? 4 എ 4 ബി 4 സി. ഇത്രയും എലമെൻറ്റ്സ് ആണ് ശരിക്ക് എ ക്രോസ് ബി എന്ന് വിളിക്കുന്നത്. ഈ എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റിൻ്റെയും നമുക്ക് റിലേഷൻ എന്ന് വിളിക്കാം. എന്നാൽ ഫങ്ഷൻ ആകണമെങ്കിൽ, ഒരു റിലേഷനെ ഫങ്ഷൻ ആകണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: എ ബി ഉണ്ട്, എ ബി ഡാഷ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ഈക്വൽ ടു ബി ഡാഷ് ആയിരിക്കണം. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അതായത് ഞാനിപ്പോൾ പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. അപ്പോൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എ ക്രോസ് ബി ശരിക്കും വേണമെങ്കിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യാതിരിക്കുക? ഈ 1 എ എലമെൻറ്റ് ഓഫ് എ ക്രോസ് ബി എന്നുള്ളതിനെ എനിക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. 1-ൽ നിന്നും എയിലേക്ക് ഒരു ആരോ മാർക്ക് കൊടുക്കാം. 1 എ, അതുപോലെ 1 ബി 1 സി, ഇങ്ങനെ 2 എ 2 ബി 2 സി, 3 എ 3 ബി 3 സി, 4 എ 4 ബി 4 സി. ഇത്രയും എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് എഴുതുകയാണെങ്കിൽ ഇതിനെയാണ് എ ക്രോസ് ബി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇതെല്ലാം തന്നെ
എന്തൊരു എക്സാമ്പിളാണ് ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് എ ക്രോസ് ബിയുടെ എക്സാമ്പിളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഈ എഴുതിയിരിക്കുന്നത് എ ക്രോസ് ബി ആണ്, പക്ഷേ ഇത് ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പ്രത്യേകതയുണ്ട്. എന്താ, ഒരു എലമെൻറ്റിന് പോലും ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ടാകാൻ പറ്റില്ല. അതാണ് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതുമ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ ഇത് ഫംഗ്ഷൻ, ഇത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇത് ഫംഗ്ഷൻ ആണോ എന്നുള്ള ആലോചിച്ച് നോക്കുക. 1 2 3 4 ഫസ്റ്റ് സെറ്റ്, സെക്കൻഡ് സെറ്റിൽ ABC എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ ഒരു സബ്സെറ്റ് എഴുതാൻ പോവുകയാണ്, ഇതിനകത്ത് ഒരു സബ്സെറ്റ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ 1A 1B ദെൻ 2B 3C. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇത് ആക്ച്വലി എന്താ, ഇതിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഞാൻ ആ സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ എലമെൻസിനെ മാത്രം പ്രത്യേകം എഴുതുകയാണ്. 1A 1B അതുപോലെ തന്നെ 2B 3C. ഇത് ശരിക്കും എന്താണ്, ഒരു റിലേഷനാണ്. കാരണം ഈ എഴുതിയിരിക്കുന്ന എ ക്രോസ് ബി ഒരു സബ്സെറ്റാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഞാൻ 6 എന്ന് തന്നെ കൊടുക്കുന്നു. ഈ സെറ്റിനെ 6 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 6-നകത്ത് വന്നിരിക്കുന്നതെല്ലാം എന്താ, ഓർഡേഡ് പേഴ്സിൻ്റെ കളക്ഷനാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത നോക്കിയാൽ അറിയാം, ഈ ആദ്യത്തെ 2 ഓർഡേഡ് പേഴ്സ് നോക്കിയാൽ അറിയാം എന്താ, ഈ സെക്കൻഡ് കമ്പോണൻസ് സെയിം, ഫസ്റ്റ് കമ്പോണൻസ് സെയിം ആണ്. ഇവിടെ 1 1 വന്നിട്ടുണ്ട്. സെക്കൻഡ് കമ്പോണൻസ് ഇവിടെ ഡിഫറൻ്റ് ആണ്. അതായത് 1Aയും 1Bയും വന്നു. അപ്പോൾ അതിനർത്ഥം ഒരാൾക്ക് 2 ഇമേജ് വന്നു. അപ്പോൾ അത് സാധ്യമല്ല. ഒരാൾക്ക് 2 ഇമേജ് വരാൻ പാടില്ല എന്ന് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1Aയും 1Bയും ഫംഗ്ഷനകത്താണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആരൊക്കെ ഈക്വൽ ആയേ പറ്റുള്ളൂ, എയും ബിയും ഈക്വൽ ആയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അത് ഫംഗ്ഷൻ ആവുകയുള്ളൂ. അപ്പോൾ നിലവിൽ ഇത് ഈ 6 എന്ന് പറയുന്നത് റിലേഷൻ മാത്രമാണ്, എന്തല്ല, ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഫംഗ്ഷൻ ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്തായിരിക്കണം, A ഈക്വൽ ടു B ആയിരിക്കണം. അതാണ് നമ്മുടെ ഡെഫിനേഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഡെഫിനേഷനിലേക്ക് വന്നാൽ അറിയാം, റിലേഷൻ എന്ന് പറയുന്നത് A and B two sets, a function from A to B is a non-empty relation. F, ആ എഫ് ആരുടെ സബ്സെറ്റാണ്, എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. പ്രത്യേകത ഇതാണ്, AB ഫംഗ്ഷനിൽ ഉണ്ടെന്ന് വിചാരിക്കുക, AB' ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും B ഈക്വൽ ടു B' ആയിരിക്കണം. അതായത് ബിയും ഡിഫറൻ്റ് ആയി കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത, എയുടെ ഇമേജ് ആയിട്ട് ബിയും വരും, B' വരും. അതായത് ഒരാൾക്ക് 2 ഇമേജ് വരും. അങ്ങനെ വന്നാൽ ആ റിലേഷൻ നമുക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല, ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഫംഗ്ഷനെ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് റിലേഷൻസിൻ്റെ സബ്സെറ്റായിട്ടാണ് നമ്മൾ ഇത് പഠിച്ചത്. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ മറ്റൊരു നൊട്ടേഷനിൽ എപ്പോഴും നമ്മൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റായിട്ട് എഴുതുന്ന ഒരു മെത്തേഡുണ്ട്. മറ്റൊരു മെത്തേഡിൽ കൂടെ നമ്മൾ പഠിക്കുകയാണ്. അതാണ് ആരോ ഡയഗ്രാം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആരോ ഡയഗ്രാം മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ഫസ്റ്റ് സെറ്റ്, എയിലെ എലമെൻറ്റ്സ് എല്ലാം ഫസ്റ്റ് ഒരു ഓവൽ ഷേപ്പിനകത്ത് എഴുതി, ബിയിലെ എലമെൻറ്റ്സ് സെക്കൻഡ് ഓവൽ ഷേപ്പിൽ എഴുതി. എന്നിട്ട് നമ്മൾ ആക്ച്വലി നമുക്ക് എ ക്രോസ് ബി എഴുതാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് എയുടെ ഇമേജ് ആയിട്ട് 1 കൊടുത്തു, ബിയുടെ ഇമേജ് ആയിട്ട് 2 കൊടുത്തു, സിയുടെ ഇമേജ് ആയിട്ട് 3 കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷനെ ഇങ്ങനെ എഴുതാം. ഫംഗ്ഷനെ ആദ്യം ഓർഡേഡ് പെയർസിൻ്റെ സെറ്റായിട്ടാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. F is equal to സെറ്റ് ഓർഡേഡ് പെയർ A1 B2 C3. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെറ്റ്, ഈ ഫസ്റ്റ് കമ്പോണൻസ് എല്ലാം തന്നെ നമ്മൾ പറയും, ഈ ഫസ്റ്റ് കമ്പോണൻസ് എല്ലാം തന്നെ നമ്മുടെ ഫംഗ്ഷൻ്റെ ഡൊമൈനകത്താണ് വരുന്നത് പറയും. അപ്പോൾ എങ്ങനെ പറയാം, ഡൊമൈൻ ഓഫ് F is equal to സെറ്റ് ABC. ഇനി ഇവിടെ വന്നിരിക്കുന്ന സെക്കൻഡ് കമ്പോണൻസിനെ എല്ലാം കൂടെ മറ്റു സെറ്റിലാക്കി, സെക്കൻഡ് കമ്പോണൻസ് ആണ് 1 2 3. ഈ സെക്കൻഡ് കമ്പോണൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജനറലി പറയുന്ന സമയത്ത് ഡൊമൈൻ എന്ന് പറയുന്നത് അതാ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഇറ്റ് ഹാപ്പൻസ് ദാറ്റ് ദ ഡൊമൈൻ ഈസ് ഈക്വൽ ടു ഓൾ ഓഫ് എ, ദെൻ വി സേ ദാറ്റ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് എ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറയും. അപ്പോൾ ഡൊമൈൻ എന്താണ്, ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നതാണ്, ഒരു കാരണവശാലും എയും ബിയും B' ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ B ഈക്വൽ ടു B' ആയിരിക്കണം. അതായത് ഒരാൾക്ക് പോലും ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഫംഗ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.
അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഇതിനകത്ത് ഫംഗ്ഷൻ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സാമ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ A equal to set 1, 2, 3 and B is equal to set 2, 4, 6, 8. Which of the following relations are functions between A and B, and then which are functions from A to B? അപ്പോൾ അവിടെ ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നിരിക്കുന്നത്. ഒന്നാമത്തെ കേസ് 1, 2, 2, 6, 3, 4, 2, 8. നമുക്ക് നേരത്തെ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. എയും ബിയും ആണ് ഉള്ളത്. എയ്ക്കകത്ത് 1, 2, 3, ബിക്കകത്ത് 2, 4, 6, 8. അപ്പോൾ ശരിക്കും A ക്രോസ് ബി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? 1, 2, 1, 4, 1, 6, 1, 8, 2, 2, 2, 4, 2, 6, 2, 8, 3, 2, 3, 4, 3, 6, 3, 8. ഇത്രയും എലമെൻറ്റ്സ് ആണ് A ക്രോസ് ബി വരുന്നത്. അതിൻ്റെ ഒരു സബ്സെറ്റിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞ പർട്ടിക്കുലർ പ്രോപ്പർട്ടി, അതായത് ഒരാൾക്ക് പോലും ഒന്നിൽ കൂടുതൽ ഇമേജസ് വരാൻ പാടില്ല എന്നുള്ള ആ ഒരു കണ്ടീഷൻ കൂടെ ചേർത്താലാണ് അത് ഫംഗ്ഷനായി മാറുന്നത്. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്നതൊക്കെ റിലേഷൻസ് ആണ്. ആ റിലേഷൻസിൽ നമ്മൾ അറിയാവുന്ന, ഇപ്പോൾ നമുക്കിപ്പോൾ പഠിച്ച പ്രോപ്പർട്ടി എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നറിയണം. പിന്നെ വേറെ പ്രത്യേകത, എയിൽ നിന്നും ബിയിലേക്ക് ഉള്ള ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത, നമുക്ക് ഒരു കാരണവശാലും ഇതിനെയും ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുത്തു, ഇത് ഫംഗ്ഷൻ അല്ല. അതായത് എയിൽ എ എന്നുള്ള സെറ്റ് ഇങ്ങനെ എഴുതി, A equal to സെറ്റ് 1, 2, 3, 1, 2, 3, 4 എന്ന് എഴുതി. ബി എന്നുള്ള സെറ്റ് ABC എന്ന് എഴുതി. 1ൻ്റെ ഇമേജ് A ആണ്, 2ൻ്റെ ഇമേജ് B ആണ്, 3യുടെ ഇമേജ് C ആണെന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയിൽ നിന്നും ബിയിലേക്ക് ഉള്ള ഫംഗ്ഷനാണ് എഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം ആർക്ക് ഇമേജ് ഇല്ല? 4ന് ഇമേജ് ഇല്ല. അപ്പോൾ ഫംഗ്ഷൻ ആണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ഫംഗ്ഷനാണ് എഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം തീർച്ചയായിട്ടും എയിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും ഇമേജ് ഉണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾക്ക് പോലും ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതിനെ ഒരു ഫംഗ്ഷനാക്കി മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും 4ന് ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ ഇമേജ് ആക്കി മാറ്റിയേ പറ്റുള്ളൂ. ഞാൻ തൽക്കാലം 4നെ സിയിലേക്ക് ചേർത്തു. അപ്പോൾ ഇപ്പോൾ എന്തായി? ഇത് ഫംഗ്ഷനായിട്ട് മാറി. കാര്യം 4ന് ഇമേജ് വന്നു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പോൾ ഈ എ ബിയും എ ബി ഡാഷും ഉണ്ടെങ്കിൽ ബി ഈക്വൽ ബി ഡാഷ് ആയിരിക്കും. ഒരാൾക്ക് ഒന്നിൽ കൂടി ഇമേജ് വരാൻ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇപ്പോൾ എനിക്ക് 4ന് ഇപ്പോൾ 1 എടുക്കുന്നു, 1ന് ഓൾറെഡി എ ഇമേജ് ആയിട്ടുണ്ട്, 1ന് ഇനിയും വേറൊരാളെ ഇമേജ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതായത് 1ൽ നിന്നും ബിയിലേക്കോ 1ൽ നിന്നും സിയിലേക്കോ എനിക്ക് വരയ്ക്കാൻ സാധിക്കില്ല. അതേപോലെ 4ന് ബി ഇമേജ് ആണ്, ഇനി 4ന് എയോ സിയോ ഇമേജ് ആക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ അത് ഫംഗ്ഷൻ അല്ല. അപ്പോൾ അടുത്ത കേസ് ഞാൻ പറഞ്ഞത് ഫംഗ്ഷൻ അല്ലാത്ത മറ്റൊരു കേസാണ് പറഞ്ഞത്. എയിലുള്ള എല്ലാവർക്കും തന്നെ ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ 4ന് ഇമേജ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷൻസും ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന റിലേഷൻസ് ഫങ്ഷൻസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കാം, എക്സാമ്പിൾസ് നോക്കാം. 1, 2, 2, 6, 3, 4, 2, 8 ഇത് ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് കമ്പോണൻസ് ചെക്ക് ചെയ്യുക ഓരോന്നിൻ്റെയും. 1, 2, 1, 2, 6, 2, 3, 4, 3, 2, 8, 2. അപ്പോൾ ഈ ഫസ്റ്റ് കമ്പോണൻസിനെ ഒരു സെറ്റായിട്ട് എഴുതുകയാണെങ്കിൽ ആ സെറ്റിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? ഫസ്റ്റ് കമ്പോണൻസ് മാത്രം, ഇതിനകത്തിലെ ഫസ്റ്റ് കമ്പോണൻസ് മാത്രം എടുക്കുകയാണെങ്കിൽ 1, അടുത്ത ഓർഡർ പെയറിൽ നിന്നും ഫസ്റ്റ് കമ്പോണൻ്റ് എടുത്തു 2, അടുത്ത ഓർഡർ പെയറിൽ നിന്നും ഫസ്റ്റ് കമ്പോണൻ്റ് എടുത്തു 3. അപ്പോൾ നോക്കിയാൽ അറിയാം, ഈ പറയുന്ന ഫസ്റ്റ് കമ്പോണൻസിൻ്റെ സെറ്റ് നമുക്ക് തന്നിരിക്കുന്ന എ തന്നെയാണ്. അപ്പോൾ ആ കാര്യം കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ബിയും എ ബി ഡാഷും ഉണ്ടെങ്കിൽ ബി ഈക്വൽ ബി ഡാഷ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരാൾക്കും ഒന്നിൽ കൂടുതൽ ഇമേജസ് വരാൻ പാടില്ല. അതാണ് അടുത്ത കണ്ടീഷൻ. ഇപ്പോൾ ഇവിടെ നോക്കി 2, 6, 2, 8 പ്രത്യേകത എന്താ? ഏത് ഫോമിലായത്? എ ബി ഡാഷ് ഫോമിലാണ്. എ ബിയും എ ബി ഡാഷും ഫംഗ്ഷനിലുണ്ടെങ്കിൽ ബി ഈക്വൽ ബി ഡാഷ് ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം എന്താ? 2, 6ഉം 2, 8ഉം ഉണ്ട്, പക്ഷേ 6ഉം 8ഉം ഈക്വൽ അല്ല. അതായത് 2വിൻ്റെ ഇമേജ് ആയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ 2വിൻ്റെ ഇമേജ് ആയിട്ട് ആരൊക്കെ വരുന്നുണ്ട്? 2, 6 വരുന്നുണ്ട്. അതാണ് 2, 6 എലമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ 2, 8 എലമെൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 2ൻ്റെ ഇമേജ് ആയിട്ട് ആരും വരുന്നുണ്ട്? 8ഉം വരുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് 2 ഇമേജ് വന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് എന്തല്ല? ഫംഗ്ഷൻ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത എക്സാമ്പിളിലേക്ക് വരാം.
അടുത്ത എക്സാമ്പിളിലേക്ക് വന്നിട്ട് നമുക്ക് ഇത് ഫംഗ്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത എക്സാമ്പിളിൻ്റെ പ്രത്യേകത ഇതാണ് 1438. 1438ൻ്റെ പ്രത്യേകത എന്താ? ഇതിലെ ഫസ്റ്റ് കമ്പോണൻസ് മാത്രം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് 1 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഫസ്റ്റ് കമ്പോണൻറ്റിൽ എയ്ക്കകത്ത് എല്ലാവരും വന്നിട്ടില്ല. കാര്യം 1ഉം 3ഉം മാത്രമാണ്, 2വിനെ കൂടെ വരാറുണ്ട്. അതായത് 2വിൻ്റെ ഇമേജ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫംഗ്ഷൻ ആകണമെങ്കിൽ എന്താ പ്രത്യേകത? എല്ലാവർക്കും തന്നെ ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ 2വിന് ഇമേജ് ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ എഴുതിയിരിക്കുന്ന സബ്സെറ്റ്, ആക്ച്വലി എഴുതിയിരിക്കുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. ഈ സബ്സെറ്റിനെ എന്തെന്ന് വിളിക്കാൻ പറ്റില്ല? ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഫംഗ്ഷൻ എക്സാമ്പിൾ അല്ല. നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. 162638. 162632. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് കമ്പോണൻസ് എല്ലാം വന്നിട്ടുണ്ട്. 1 2 3 വന്നിട്ടുണ്ട്. പിന്നെ 16263832 അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരാൾക്ക് പോലും ഒന്നിൽ കൂടുതൽ ഇമേജസ് ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഫംഗ്ഷനാണ്. അപ്പോൾ പാർട്ട് സി റെപ്രസെൻറ്റ്സ് എ ഫംഗ്ഷൻ. സോ അപ്പോൾ എ ഇസ് നോട്ട് എ ഫംഗ്ഷൻ, ബി ഇസ് എ ഫംഗ്ഷൻ, സി ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഡി എടുക്കുകയാണെങ്കിൽ ഡി ഫംഗ്ഷൻ ആണോ നോക്കാം. ഡി ഇസ് എ ഫംഗ്ഷൻ ഫ്രം ഡിയിലെ സംബന്ധിച്ച് പറയാം ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. കാര്യം ഡിയിലായാലും ഫസ്റ്റ് കമ്പോണൻസ് 1 2 3 ആണ്, സെക്കൻഡ് കമ്പോണൻസ് 2 8 4 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എയിൽ നിന്നും ബിയിലേക്കുള്ള ഫംഗ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡെഫിനിഷൻ, എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ഇസ് കോൾഡ് സർജക്റ്റീവ് ഓർ ഓൺ ടു ബി if b is equal to range f. It is also called a surjective function. അപ്പോൾ ഒരു ഫംഗ്ഷനെ സർജക്റ്റീവ് എന്ന് വിളിക്കണമെങ്കിൽ പ്രത്യേകത ഇതാണ്, നമ്മുടെ കോഡൊമൈനും റേഞ്ചും സെയിം ആയിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഡൊമൈൻ ആരാണ് ഈ ഫംഗ്ഷനകത്ത്? ഡൊമൈൻ 1 2 3 4 ആണ്. റേഞ്ചിനകത്ത് ആരൊക്കെ വന്നു? എ ബി സി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് തൽക്കാലം ഇനി ബിക്കകത്ത് ഒരു ഡി കൂടെ ഉണ്ടെന്ന് ഇരിക്കുക, ഇവിടെ ഒരു ഡി കൂടെ ഉണ്ടെന്ന് ഇരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെന്താവില്ല? ഈ ഫംഗ്ഷൻ സർജക്റ്റീവ് ആവില്ല. കാര്യം ഡി എന്നുള്ള എലമെൻറ്റിന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ 1ൻ്റെ ഇമേജ് ആണ് എ അല്ലേ? നമ്മളിങ്ങനെ എഴുതും, 1ൻ്റെ ഇമേജ് ആണ് എ എന്നുള്ളതിന് ഇങ്ങനെയാണ് എഴുതുന്നത്, എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എ എന്ന് എഴുതും. അതേസമയം തന്നെ നമ്മൾ പറയും 1 എയുടെ പ്രീ ഇമേജ് ആണെന്ന് പറയും. പ്രീ ഇമേജ് എന്നുള്ളതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്, എഫ് ഇൻവേഴ്സ് ഓഫ് എ ഈക്വൽ ടു 1. അപ്പോൾ ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ അല്ലെങ്കിൽ സർജക്റ്റീവ് ആകണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈനിന് സെയിം ആയിരിക്കണം. കോഡൊമൈൻ എന്ന് പറയുന്ന അർത്ഥം എന്താ? ഫസ്റ്റ് സെറ്റിനെ ഡൊമൈൻ എന്നും എ ഡൊമൈൻ എന്നും ബി എ കോഡൊമൈൻ എന്നും വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന കണക്കനുസരിച്ചിട്ട് ബിക്കകത്ത് ഞാൻ ഡി എ കൂടെ ചേർത്തു. അപ്പോൾ ഇപ്പോൾ ഇവിടെ കോഡൊമൈനിലെ എലമെൻറ്റ്സ് ആരൊക്കെയാ? എ ബി സി ഡി ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ഇമേജസ് മാത്രം അടങ്ങുന്ന സെറ്റാണ്. അപ്പോൾ ആക്ച്വലി ഇമേജസ് ആയിട്ട് വന്നിരിക്കുന്ന ആര് മാത്രമാണ്? എയും ബിയും സിയും ആണ് അല്ലേ? ഡി ആരുടെയും ഇമേജ് അല്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കേസിൽ ഞാനിപ്പോൾ ഡി കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ബിയുടെ അതായത് കോഡൊമൈനിൻ്റെ സബ്സെറ്റാണ്. എന്നാൽ ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ എന്താ പ്രത്യേകത? റേഞ്ച് എന്ന് പറയുന്നതും കോഡൊമൈൻ എന്ന് പറയുന്നതും എന്തായിട്ട് വരും? സെയിം ആയിട്ട് വരും. അപ്പോൾ എനിക്കിത് ഓൺ ടു ആക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതിയാവും? ഞാൻ ഈ തൽക്കാലം ഡി എ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെന്തായിട്ട് മാറി? റേഞ്ചിനകത്ത് റേഞ്ച് എന്ന് പറയുന്നത് എ ബി സി ആണ്. അതായത് എ ബി സി ഇമേജസ് ആണ്. ഇനി ബിക്കകത്ത് നിലവിൽ ആരൊക്കെ ഉള്ളൂ? എ ബി സി ഉള്ളൂ. അതായത് റേഞ്ചും കോഡൊമൈനും സെയിം ആയി. അങ്ങനെ വന്നാൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഓൺ ടു ഫംഗ്ഷൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ സാധിക്കും, 1ൻ്റെ ഇമേജ് ആണ് എ എന്ന് പറഞ്ഞു, തിരിച്ച് എയുടെ ഇൻവേഴ്സ് ഇമേജ് ആണ് 1 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രീ ഇമേജ് ആണ് 1 എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എയ്ക്ക് പ്രീ ഇമേജ് ഉണ്ട് അല്ലേ? എയ്ക്ക് പ്രീ ഇമേജ് ഉണ്ട്, അതുപോലെ തന്നെ ബിക്ക് പ്രീ ഇമേജ് ഉണ്ട്. സോ വാട്ട് ഈസ് പ്രീ ഇമേജ് ഓഫ് ബി അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഇസ് 2. എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഇസ് ഈക്വൽ ടു 2. തിരിച്ച് എഫ് ഇൻവേഴ്സ് ഓഫ് സിക്ക് പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ എലമെൻറ്റുകൾക്കും എന്തുണ്ട്?
പ്രീ ഇമേജസ് ഉണ്ട്. എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ ഫംഗ്ഷൻ എന്തെന്ന് വിളിക്കാം, സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓൺ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഫംഗ്ഷൻ സർജക്റ്റീവ് ആണെങ്കിൽ ഉള്ള കണ്ടീഷൻ ഇതാണ്, ഫംഗ്ഷൻ്റെ റേഞ്ചും കോഡൊമൈനും എന്തായാൽ മതി, സെയിം ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് ഓൺ ടു ഫംഗ്ഷനായിട്ട് മാറും, അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷനായിട്ട് മാറും. അപ്പോൾ സർജക്റ്റീവ് ഫംഗ്ഷൻ എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, f(1) = b, f(2) = b, and f(3) = c. തിരിച്ച് f inverse of a = 1, f inverse of b = 2, and f inverse of c = 3, 4. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ എയുടെ പ്രീമേജായിട്ട് 1 മാത്രമേ വന്നുള്ളൂ, ബിയുടെ പ്രീമേജുമായിട്ട് 2 വന്നത്. എന്നാൽ സിക്ക് 2 പ്രീമേജ് വരുന്നത് ആരൊക്കെയാണ്, 3ഉം 4ഉം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ f inverse of c എഴുതുന്നത് ഒരാൾ മാത്രമല്ല, 2 ആളുള്ളതുകൊണ്ടാണ് അതിനെ ഒരു സെറ്റായിട്ട് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഫംഗ്ഷൻ എന്താണ് പറഞ്ഞത്, ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ ഉള്ള കണ്ടീഷനാണ് പറഞ്ഞത്. അടുത്തത് ഫംഗ്ഷൻ 1, 1 ആകാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. A function f from a to b is called injective or 1 to 1 if for all a comma a dash element of a, f of a equal to f of a dash implies a equal to a dash. അപ്പോൾ ഇതാണ് പ്രത്യേകത. അപ്പോൾ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആകാനുള്ള കണ്ടീഷൻ ഇതാണ്, എഫ് ഓഫ് എയും എഫ് ഓഫ് എ ഡാഷും ഈക്വൽ ആണെങ്കിൽ തീർച്ചയായിട്ടും എയും എ ഡാഷും ഈക്വൽ ആയിരിക്കണം. അതായത് ഇമേജസ് സെയിം ആണെങ്കിൽ എലമെൻറ്റുകളും സെയിം ആയിരിക്കണം. ഇതാണ് ഫംഗ്ഷൻ എന്നുള്ളതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അതായത് ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ വരയ്ക്കുന്നു. ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ ഇവിടെ വരയ്ക്കുകയെന്ന് വിചാരിച്ചോളൂ. ഈ ഫംഗ്ഷൻ ഞാൻ വരച്ചിരിക്കുന്ന ഫംഗ്ഷന് 1, 1 അല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം. എക്കകത്ത് ഞാൻ 1, 2, 3 കൊടുത്തു, ഇവിടെ എ ബി സി എന്ന് കൊടുത്തു, എ ബി സി ഡി എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ, എ ബി സി ഡി. ഇപ്പോൾ 1A 2B 3C. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം, ഡിക്ക് പകരം ഞാനിവിടെ എ ബി സി, അടുത്ത ഇവിടെ 4 എന്ന് കൊടുത്തു, ഇവിടെ 4 എന്ന് കൊടുത്തു, എന്നിട്ട് 4ൻ്റെ ഇമേജായിട്ട് എ കൊടുത്തു. അപ്പോൾ ഇത് ആക്ച്വലി എന്താ, എഫിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ഫംഗ്ഷനാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് 1, 1 ഫംഗ്ഷൻ അല്ല. കാര്യം വേറൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ 1 നമ്മൾ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇതാണ്. 1, 1 ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇങ്ങനെയായിരിക്കണം, എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കണം, എ ഈക്വൽ ടു ബി ആയിരിക്കണം. അതായത് ഇമേജസ് സെയിം ആണെങ്കിൽ എലമെൻറ്റുകളും സെയിം ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനെ തന്നെ നമ്മൾ മറ്റു തരത്തിൽ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ലോജിക് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ഓർക്കണം. ഈ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്നുള്ളതിനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പി എന്ന് വിളിക്കാം, എ ഈക്വൽ ടു ബി എന്നുള്ളതിനെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ, പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുക. പി ഇംപ്ലൈസ് ക്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ലോജിക് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന കാര്യം എന്താ, പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നതും നമ്മൾ മറ്റൊരു ടേബിൾ എഴുതിയിരുന്നു, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് പറയുന്ന മറ്റൊരു ടേബിൾ നമ്മൾ എഴുതിയിരുന്നു. ഈ 2 ടേബിൾസും എന്തായിരിക്കും, ഈക്വലൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു ക്യൂവിന് പകരമായിട്ട് എനിക്ക് ആരെ എഴുതാം, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എ എഴുതാൻ സാധിക്കും. ഈ 2 ടേബിൾസും എന്തായിരിക്കും, ലോജിക്കലി ഈക്വലൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ നെഗേഷൻ എന്ന് പറഞ്ഞ അർത്ഥം വേറൊന്നുമല്ല, നോട്ട് ചേർത്ത് പറയുക. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. നമുക്ക് വേണമെങ്കിൽ ഈ ഡെഫിനിഷനെ ഇങ്ങനെയും പറയാം. അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, പി ആണ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി, ക്യൂ ആണ് എ ഈക്വൽ ടു ബി. അപ്പോൾ എനിക്ക് നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, എ ഈക്വൽ ടു ബി എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് എ ഈക്വൽ ടു ബിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എ നോട്ട് ഈക്വൽ ടു ബി. ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ്. ഈക്വൽ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നോട്ട് ഈക്വൽ എന്നുള്ളത്. അപ്പോൾ എങ്ങനെ പറയാം, എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി. അപ്പോൾ ഈ 2 കാര്യങ്ങളും സെയിം ആണ്. അതായത്
നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ 1 എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ എങ്ങനെ യൂസ് ചെയ്യാം? ഈ ഡെഫിനേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡെഫിനേഷൻ യൂസ് ചെയ്യാം. രണ്ടായാലും അത് ഏതൊരു ഡെഫിനേഷനാണ്? 1 ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഡെഫിനേഷൻസ് മാറി മാറി അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള റീസണാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടിനെയും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ഈക്വലൻ്റ് ആണ് എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എന്താ പ്രത്യേകത ഇവിടെ നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ ഈ എയും ബിയുടെ സ്ഥാനത്ത്, ഇപ്പോൾ ഈ എയുടെ സ്ഥാനത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ 1നെ എടുക്കാം, ബിയുടെ സ്ഥാനത്ത് എടുക്കുന്നത് ഇവിടെ 4 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പ്രത്യേകത എന്താ? എയും ബിയും ഡിഫറൻ്റ് ആണ്. ഇവിടെ 1ഉം 4ഉം ഡിഫറൻ്റ് ആണ്. പക്ഷേ 1ൻ്റെ ഇമേജ് എ ആണ്, 4ൻ്റെ ഇമേജ് എ ആണ്. അപ്പോൾ നമ്മുടെ 1ൻ്റെ ഇമേജ് എ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പോൾ ഇവിടെ 1ഉം എയും ഡിഫറൻ്റ് ആണ് അല്ലേ, 1ഉം 4ഉം ഡിഫറൻ്റ് ആണ്. പക്ഷേ അവരുടെ ഇമേജസ് എന്തായിട്ട് വന്നു? സെയിം ആയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, ഇപ്പം ഈ പറയുന്ന ഇതുമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ തൽക്കാലം ഇവിടെ ഈ എലമെൻറ്റുകളുടെ ഒരു പേര് അല്പം ഒന്ന് മാറ്റാം. ഞാനിവിടെ ABC എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് ആ ABC ഇതുമായിട്ടൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ തൽക്കാലം ഇവിടുത്തെ പേരുകൾ മാറ്റാവുന്ന XYZ എന്ന് മാറ്റാം. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പേര് മാറ്റിയത്. അപ്പോൾ നോക്കാം, A = 1, B = 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് f(1) കാണാം, 1ൻ്റെ ഇമേജ്. f(1) എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇമേജാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 1ൻ്റെ ഇമേജ് ആയിട്ട് ആരാണ് വന്നിരിക്കുന്നത്? 1ൻ്റെ ഇമേജ് ആണ് X. സോ f(1) = X. അതേപോലെ ഞാൻ 4ൻ്റെ ഇമേജ് എടുക്കുന്നു. 4ൻ്റെ ഇമേജ് വാട്ട് ഈസ് f(4)? f(4)ൻ്റെ ഇമേജും ആര് തന്നെയാണ്? X തന്നെയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 അല്ല. കാര്യം ഇതാണ്, എലമെൻറ്റുകൾ ഡിഫറൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ 1 ≠ 4 ആണ്, 1 ≠ 4 ആണെന്നറിയാം. പക്ഷേ ഇവിടെ f(1) ≠ f(4) എന്ന് കിട്ടണം. 1 ≠ 4 ആണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ കിട്ടണം? f(1) ≠ f(4) എന്നാണ് എനിക്ക് കിട്ടേണ്ടത്. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ എങ്ങനെ വന്നു? f(1) X ആണ്, f(4) X ആണ്. അതായത് f(1) = f(4) എന്ന് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഫംഗ്ഷൻ 1 അല്ല. അപ്പോൾ 1 ആകണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ടീഷൻ ഇതാണ്, A ≠ B ആണെങ്കിൽ തിരിച്ചെന്തായിരിക്കണം? f(a) ≠ f(b) ആയിരിക്കണം. അപ്പോൾ ഇത് 1 ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന് പലപ്പോഴും പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് മെത്തേഡിലായിരിക്കും. അതായത് ഇമേജസ് സെയിം ആണെങ്കിൽ എലമെൻറ്റുകൾ സെയിം ആയിരിക്കും എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ എപ്പോഴും 1 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. 1 ഫംഗ്ഷനെ മനസ്സിലാക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ പിക്ചർ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. എന്താണ്? ഫംഗ്ഷൻ 1 ആണെങ്കിൽ ഒരാൾക്ക് ഒരു ഇമേജ് അല്ലേ, അങ്ങനെ. അതായത് ഒരു കാരണവശാലും ഡൊമൈനകത്തുള്ള ഒന്നിലധികം എലമെൻറ്റുകൾക്ക് ഒരു ഇമേജ് വരാൻ പാടില്ല എന്ന് ഓർത്തിരിക്കുക. ഡൊമൈനകത്തുള്ള ഒന്നിലധികം എലമെൻറ്റുകൾക്ക് ഒരേ ഇമേജ് വരികയാണെങ്കിൽ അതെന്തല്ല? ഫംഗ്ഷൻ അല്ല. ഇപ്പോൾ ഇവിടെ 1നും 4നും ഒരേ ഇമേജ് വന്നു, അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? 1 ഫംഗ്ഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഒരു മിസ്റ്റേക്ക് വരുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷൻ അല്ല എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്തായിരുന്നു? ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഇമേജസ് വരികയാണെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് 1 ഫംഗ്ഷൻ അല്ല. ആക്ച്വലി ഇത് ഫംഗ്ഷനാണ്, എന്നാൽ എന്തല്ല? 1 ഫംഗ്ഷൻ അല്ല എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? 2 എലമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ ഒന്നിലധികം എലമെൻറ്റുകൾക്ക് ഒരേ ഇമേജാണ് വരുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ എന്തല്ല? 1 അല്ല. അതായത് ഇവിടെ 1നും 4നും ഒരേ ഇമേജ് വന്നു, അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 അല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇമേജസ് സെയിം ആകണമെങ്കിൽ തീർച്ചയായിട്ടും എലമെൻറ്റുകളും സെയിം ആയിരിക്കണം. ഇതാണ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അല്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷൻ f(a) to b is called injective or 1 കണ്ടീഷൻ ഇതാണ്. ഇഫ് ഫോർ ഓൾ a, a' element of a f(a) = f(a' implies a = b. അതായത് ഇമേജസ് സെയിം ആകണമെങ്കിൽ അല്ലെ, a' എടുക്കുന്ന ഡൊമൈനകത്ത് എലമെൻറ്റ്സ് ആണ് a a'. ഇമേജസ് സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും എലമെൻറ്റുകളും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ 1 എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. തൊട്ട് താഴെ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്താ? നേരത്തെ പഠിച്ചു ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പഠിച്ചു.
ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് വൺ വൺ ഫംഗ്ഷൻ അഥവാ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അതാ പറഞ്ഞിരിക്കുന്നത് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഇസ് കോൾഡ് ബൈജക്റ്റീവ് ഓർ എ ബൈജക്ഷൻ ഇഫ് ഇറ്റ് ഈസ് ബോത്ത് സർജക്റ്റീവ് ആൻഡ് ഇൻജക്റ്റീവ്. അപ്പോൾ ഫംഗ്ഷനെ ബൈജക്റ്റീവ് എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ആ ഫംഗ്ഷൻ എന്തൊക്കെ ആയിരിക്കണം? സർജക്റ്റീവ് ആയിരിക്കണം, അതേപോലെ തന്നെ ഇൻജക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ അനുസരിച്ചിട്ട്, ഈ ഇരിക്കുന്ന പിക്ചർ അനുസരിച്ചിട്ട് ഇത് എന്താണ്, സർജക്റ്റീവാണ്. സർജക്റ്റീവിൻ്റെ കണ്ടീഷൻ എന്താ? നമ്മുടെ കോഡൊമൈനകത്തുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം അല്ലേ. ഇപ്പോൾ നോക്കി, എയ്ക്ക് പ്രീ ഇമേജ് 1 ഉണ്ട്, ബിക്ക് പ്രീ ഇമേജ് 2 ഉണ്ട്, അതേപോലെ സിക്ക് പ്രീ ഇമേജ് 3 ഉണ്ട് എന്ന് പറഞ്ഞാൽ കോഡൊമൈനകത്തുള്ള എല്ലാവർക്കും പ്രീ ഇമേജസ് ഉണ്ട്. അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ റേഞ്ചും കോഡൊമൈനും സെയിം ആയിട്ട് വന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കേസില്ല, ഒന്നിലധികം എലമെൻറ്റുകൾക്ക് ഒരേ ഇമേജ് വരുന്നില്ല. ഇവിടെ നമുക്കിലറിയാം, ഇപ്പോൾ ഈ ഇത് വൺ വൺ ഫംഗ്ഷൻ ആ കാര്യം എന്താ? ഒന്നിലധികം എലമെൻറ്റുകൾക്ക് ഒരു ഇമേജ് വരുന്നില്ല, കൃത്യമായിട്ടും 1 1 ആണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇവിടെ തീർച്ചയായിട്ടും ഒരാൾക്ക് പോലും ഒന്നിലധികം, ഇങ്ങനെ ഇപ്പോൾ ഇവിടെ 1 എടുത്തു, 1 1 ഇങ്ങനെ പറയുന്നത് 1ൽ നിന്നും എയിലേക്ക്, 2ൽ നിന്നും ബിയിലേക്ക്, 3ൽ നിന്നും സിയിലേക്ക്. അപ്പോൾ കൃത്യമായിട്ട് ഒരാളെ, ഡൊമൈനിലുള്ള ഒരാളെ കോഡൊമൈനിലുള്ള ഒരാളുമായിട്ട്, അങ്ങനെ ഇത്തരത്തിൽ ഒരാൾക്ക് ഒരാൾ എന്നുള്ള രീതിയിൽ ആണ് നമ്മളതിനെ, ഒരാൾക്ക് ഒരാൾ അങ്ങനെ ഓർത്താ എളുപ്പമുണ്ട്, 1 1 ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫംഗ്ഷൻ, അതേസമയം ഞാൻ തൽക്കാലം ഇങ്ങനെ അങ്ങ് ചേർത്താൽ വേറെ ഏതെങ്കിലും ഒന്നിലധികം എലമെൻറ്റുകൾക്ക് ഒരേ ഇമേജ് കൊടുക്കുകയാണെങ്കിൽ അത് എന്തെല്ലാതായി മാറും? 1 1 അല്ലാതാകും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫംഗ്ഷന് 1 1 1 2 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈജക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആദ്യമായിട്ട് ബേസിക് ഡെഫിനിഷൻ ഓഫ് ഫംഗ്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഫംഗ്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്, പിന്നെ ഫംഗ്ഷനെ തന്നെ നമുക്ക് എന്തായിട്ട് തിരിക്കാം, 1 1 ഫംഗ്ഷൻ, 1 2 ഫംഗ്ഷൻ, അങ്ങനെ ഫംഗ്ഷൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ റിമൈനിങ് ഭാഗങ്ങൾ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് കാണാം. താങ്ക് യു.